ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. ഞങ്ങളും സേഫായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ വലിയ കുഴപ്പമില്ല. മഴയൊക്കെ ഇത്തിരി കുറവുണ്ട്, ഇത്തിരി വെയിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും സേഫാണ്. നിങ്ങളെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ കൺട്രോൾ റൂമിലും ഒരുപാട് നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, കോൺടാക്റ്റ് ചെയ്ത് സേഫായിട്ട് സ്ഥലത്തോട്ട് മാറുക. ഇപ്പം അതുപോലെ തന്നെ വയനാട്ടിൽ കണ്ടില്ലേ, ഒരുപാട് ജീവൻ പൊലിഞ്ഞ്, ഉരുൾപൊട്ടലിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞ് അവർക്ക് ആരുമില്ലാത്ത അവസ്ഥയിലായിട്ട് നിൽക്കുകയാണ്. എങ്കിലും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർക്ക് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം നമ്മൾ അതും അതിജീവിച്ച്, നമ്മൾ പ്രളയം അതിജീവിച്ചതുപോലെ അതും അതിജീവിച്ച് ഞങ്ങൾ വരും തിരിച്ച്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അധികൃതരെ അറിയിച്ച് അതിൻ്റെതായ നടപടികൾ എടുക്കണം. വയനാട്ടിലുള്ളവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് രാത്രി ഉറങ്ങിയവരാണ്. രാവിലെ എണീറ്റപ്പോഴോ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് കാണാൻ കഴിഞ്ഞത്. കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു. ചിലരുടെയൊക്കെ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. കുടുംബത്തിലെ എല്ലാവരും പോയി, ഒരാൾ മാത്രം. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാവരും വയനാട്ടിനെ നമുക്ക് തിരിച്ച് പഴയതുപോലെ കൊണ്ടെത്തിക്കാം വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് സംഘടനകളും എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എത്തിക്കുന്നുണ്ട്. എനിക്കും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ തീർച്ചയായിട്ടും എത്തിക്കും. അതിന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റൂല, എങ്കിലും ചെറിയ രീതിയിൽ എന്നെക്കൊണ്ടും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം ഞങ്ങൾ ചെയ്യും. ഞങ്ങളത് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ സംഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം അവർക്ക് കൊടുത്താൽ അവർ വന്ന് എടുത്തുകൊണ്ടൊക്കെ പോകും. സാധനങ്ങളൊക്കെ വേണമെങ്കിലും കൊണ്ടുവന്നാൽ അവരെടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഇപ്പം നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ടാണ് സഹായിക്കാനുള്ളതെങ്കിൽ അതിൻ്റേതായ കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ട്, അതിലോട്ട് നമുക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൈകോർത്ത് നിന്ന് വയനാട്ടിനെ നമുക്ക് തിരിച്ച് പഴയതുപോലെ കൊണ്ടെത്തിക്കണം. എല്ലാവർക്കും എങ്ങനെയൊക്കെയാണോ സഹായിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ സഹായിക്കണം. അവിടെയുള്ള ഓരോ ജനങ്ങളെയും നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം. കാരണം അത്രയും വലിയ ദുരന്തമാണ്. നമ്മൾ കണ്ടറിയാം, ന്യൂസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഹൃദയം പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ്. ഞാനൊക്കെ വീഡിയോ കണ്ട് കരയും, ഞാൻ ഫോണിലിരുന്ന് കരയും. കുഞ്ഞു മക്കളെയൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ കരയാത്ത ദിവസമില്ല. കാരണം അത്രയ്ക്ക് സങ്കടം വന്നു പോയ ഒരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു ഉരുൾപൊട്ടലാണ് നമ്മളിപ്പം കണ്ടത്. നമ്മൾ പ്രളയം അതിജീവിച്ച്, കോവിഡ് അതിജീവിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അതിജീവിച്ച കേരളമാണ്. അപ്പം ഇതും നമ്മൾ അതിജീവിക്കും. നമ്മളെ കേരളത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. നമ്മളെ വയനാട്ടിനെ പഴയതുപോലെ എത്തിക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ വയനാട്ടിനെ ഓർക്കണം. അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ കൂട്ടായിട്ട് നിന്ന് തന്നെ പ്രവർത്തിക്കും. എല്ലാവരും സേഫായിട്ടും ഹെൽത്തായിട്ടും ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.